أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين صدق الله العظيم. സൂറ ആൽ ഇംറാനിലെ 96-ാമത്തെ ആയത്ത്. ഇന്ന അവ്വല ബൈത്തിൻ, നിശ്ചയം ആദ്യത്തെ ഭവനം, ഉളിഅ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി വെക്കപ്പെട്ട, ലല്ലദീ ബി ബക്കത്ത, ബക്കയിലുള്ളത് തന്നെയാണ്, മുബാറക്കൻ, അനുഗ്രഹീതമായിട്ട്, വഹുദൽ ലിൽ ആലമീൻ, ലോകർക്ക് വഴികാട്ടിയായിട്ടും. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റൂ എന്ന് ആഹ്വാനം ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൊട്ടും മുകളിൽ പറഞ്ഞ ആയത്തിൽ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ തെളിവുകൾ എതിരാളികൾ ഉണ്ടാക്കിയിരുന്ന ശങ്കകളുടെ അല്ലെങ്കിൽ സംശയങ്ങളുടെ നിവാരണം, അതാണ് മുമ്പത്തെ ആയത്തിൽ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവും അതേ സമയത്ത് യഹൂദന്മാർ വലിയ സംശയങ്ങൾ സൃഷ്ടിച്ചിരുന്നതുമായ വസ്തുവാണ് കഅബ എന്ന് പറയുന്നത്. അതുകൊണ്ട് കഅബയുടെ യാഥാർത്ഥ്യം അള്ളാഹു തന്നെ വ്യക്തമാക്കുകയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി വെക്കപ്പെട്ട ആദ്യ ഭവനം, ലല്ലദീ ബി ബക്കത്ത, ബക്കയിലുള്ളത് തന്നെയാണ്. ബക്ക എന്ന് പറയുന്നത് മക്കയും ബക്കയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരുപാട് ചർച്ചകൾ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിലും ഭാഷാകാരന്മാർക്കിടയിലും ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുക, മക്ക എന്ന് പറയുന്നത് ആ നഗരി മൊത്തമാണ്. ബക്ക എന്ന് പറയുന്നത് കഅബ നിൽക്കുന്ന സ്ഥലം മാത്രമാണ്. ഇസ്തിഹാം, തിരക്കുള്ള സ്ഥലം എന്നൊരു അർത്ഥമുണ്ട് അത്ര ബക്കക്ക്. ആ നിലക്ക് ആളുകൾ വന്നു കൂടി തവാഫിന്റെ പേരിൽ അതുപോലെ ഹജ്ജിന്റെ സമയത്തും ഒക്കെ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ബക്ക എന്ന് പ്രയോഗിക്കപ്പെട്ടത് എന്നാണ് നിഗമനം. അതൊക്കെ നിഗമനങ്ങളാണ്. അതറിഞ്ഞില്ലെങ്കിലും ഇതിനൊക്കെ നിലനിൽപ്പുണ്ടാകുന്നത് കൊണ്ട് കൂടുതൽ അതുമ്മ കൂടേണ്ടതില്ല. അനുഗ്രഹീതമായിട്ട്, അവിടുത്തെ അനുഗ്രഹങ്ങൾ, അത് അടുത്ത ആയത്തിൽ അതിന്റെ വിശദീകരണം വരുന്നുണ്ട്, അവിടുന്ന് നമുക്ക് പറയാവുന്നതാണ്. മുബാറക്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അനുഗ്രഹമുള്ളത് എന്നാണ്. കഅബ അനുഗ്രഹീതമായ അല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. അത് നിലനിന്ന കാലത്തൊക്കെ എല്ലാവർക്കും അറിയാം അത് അനുഗ്രഹീതമായ സ്ഥലം, നല്ലോണമുള്ളത് സ്ഥലം എന്നാണ് വാക്കിന്റെ അർത്ഥം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാദത്തുൽ ഖൈറാണ്. നല്ലത് ഉണ്ടാകും, നല്ലത് ധാരാളം ഉണ്ടാകും. ഇതിനാണ് ബർക്കത്ത് എന്ന് പറയാം. അങ്ങനെ നല്ലത് ധാരാളമുള്ള സ്ഥലം എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇത് ആദ്യത്തെ ഭവനമാണ് എന്ന് പറയുന്നത്, അപ്പറഞ്ഞതിനെ സംബന്ധിച്ചും ഒരുപാട് ചർച്ചകളുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമാണ് ആദ്യം ഇപ്പോഴുള്ള കഅബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ആദ്യത്തെ ഭവനം ഏതാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കഅബയാണെന്ന്. പിന്നെ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ബൈത്തുൽ മഖ്ദിസ് ആണെന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ എത്ര കാലം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 40 വർഷം ഉണ്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പടുത്തുയർത്തിയതിനെ സംബന്ധിച്ചാകാനാണ് സാധ്യത. അഥവാ മക്കയിൽ കഅബ നിർമ്മിക്കുകയും പിന്നീട് ഫലസ്തീനിൽ പോയി ബൈത്തുൽ മഖ്ദിസ് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടാകാം, അല്ലാഹു അഅലം. കഅബ ആദ്യത്തെ ഭവനം എന്ന് പറയുന്നത് അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ആണ് ഉണ്ടാക്കിയത് എന്ന അർത്ഥത്തിലാകണമെന്നില്ല. ആധുനിക കഅബ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. യഥാർത്ഥത്തിൽ കഅബ ഉണ്ടാക്കിയത് എന്നാണ് പ്രബലമായ റിപ്പോർട്ടുകളൊന്നും ആ വിഷയത്തിൽ കിട്ടാനില്ല. ദുർബലമായ റിപ്പോർട്ടുകളും ചരിത്രത്തിന്റെ ചേർത്ത് വായിക്കലുകളും നടത്തിയാൽ നമുക്ക് കിട്ടുന്ന നിഗമനമാണ് ഞാൻ പറയുന്നത്.
അത് ആദം അലൈഹിസ്സലാമോ അല്ലെങ്കിൽ മലക്കുകളോ ഉണ്ടാക്കിയതാകണം. ആദം അലൈഹിസ്സലാം വരുന്നതിന്റെ മുമ്പ് വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് ഭൂമിയിൽ വാസസ്ഥലവും നിശ്ചിത വിഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹത്തെ ഭൂമിയിലേക്ക് അയക്കുന്നത്. ആ പറഞ്ഞതിൽ പെട്ടതായിരിക്കണം ഇവിടെ താമസിക്കുവാനും അള്ളാഹുവിനെ ആരാധിക്കുവാനും ഒക്കെയുള്ള സ്ഥലം. നേരത്തെ തന്നെ മലക്കുകൾ സൗകര്യം ചെയ്തിട്ടാണ് ആദമിനെയും ഹവ്വയെയും ഭൂമിയിലേക്ക് അയച്ചത് എന്ന ഒരു നിഗമനമുണ്ട്. മറിച്ച് മറ്റൊരു റിവായത്ത് പ്രകാരമാണെങ്കിൽ ആദം ഹവ്വയുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു കഅബ ഉണ്ടാക്കാനും അള്ളാഹുവിനെ ആരാധിക്കേണ്ട വിധമൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു എന്നുമുണ്ട്. രണ്ടായാലും ആ കാലത്താണ് എന്നാണ് രണ്ടിൽ നിന്നും മനസ്സിലാകുന്നത്. മലക്കുകളാണോ ആദം അലൈഹിസ്സലാം ആണോ എന്നതിൽ അവ്യക്തതയുണ്ട്. ഈ അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി വെക്കപ്പെട്ട ആദ്യത്തെ ഭവനം എന്നത് പൂർണാർത്ഥത്തിൽ ശരിയാവണമെങ്കിൽ അത് അന്നുണ്ടായത് തന്നെ ആവണമല്ലോ. അല്ലെങ്കിൽ പിന്നെ അതുവരെ കഅബ ഉണ്ടാകുന്നത് വരെ, ഈ ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ ഉണ്ടാക്കുന്നത് വരെ, ഇപ്പോൾ ഉള്ള കഅബ ഉണ്ടാക്കുന്നത് വരെ ഒന്നുകിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ അങ്ങനെ ഭവനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വരും. അല്ലെങ്കിൽ അതിന്റെ മുമ്പ് വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് എന്നും വരുമല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരു അർത്ഥശങ്ക വരാൻ സാധ്യതയുള്ള പ്രയോഗമാണ് അവ്വലു ബൈത്തിൻ എന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ശരിയായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അത് അന്നു മുതലേ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തത് എന്താണ്? അതൊരു വിഷയമാണല്ലോ. അതിന് ചില വെളിച്ചങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഹാജറ ബീബിയെയും അവിടെ എത്തിക്കാൻ എന്താണ് കാരണം? സാധാരണഗതിയിൽ ഇപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം ഭാര്യയെയും കുഞ്ഞിനെയും മാറ്റി പാർപ്പിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമാണ് ഇറാഖിൽ ഉണ്ടായിരുന്നത്. ഈ ഇറാഖിന്റെയും മക്കയുടെയും ഇടയിൽ എത്ര ജനവാസ കേന്ദ്രങ്ങൾ അന്ന് ഉണ്ടാകും? വളരെ തുറമുഖ പ്രദേശങ്ങൾ ഫലസ്തീനും ഒക്കെ ഉണ്ടല്ലോ. അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർപ്പിച്ചാൽ മതിയല്ലോ ഹാജറയെയും ഇസ്മായിലിനെയും. എന്തിന് മക്ക തന്നെ തെരഞ്ഞെടുത്തു? അതിനൊരു കാരണമുണ്ട്. അന്ന് മനുഷ്യൻ ചെല്ലാത്ത സ്ഥലമാണ് മക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പിതാവ് തന്റെ കുടുംബത്തെ താമസിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പ്രകാരമാണ് അവിടെ കൊണ്ടുപോയി പാർപ്പിക്കുന്നത്. വൈദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്തി എന്നാണ് സൂറ ഹജ്ജിൽ അതേ സംബന്ധിച്ച് അള്ളാഹു തആല പറയുന്നത്. അള്ളാഹു തആല പറയാണ്, നാം ഇബ്രാഹിമിന് അൽ ബൈത്തിന്റെ അഥവാ വിശുദ്ധ ഗേഹത്തിന്റെ സ്ഥാനം ഒരുക്കി കൊടുത്തു. അപ്പൊ അള്ളാഹു തആല നിർദ്ദേശിച്ച, അള്ളാഹു തആല കൽപ്പിച്ച സ്ഥലത്താണ്. അല്ലെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വളരെ ദയാലുവും കാരുണ്യവാനുമാണ്. വമൻ അസാനി ഫഇന്നഹു വമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക അൻതൽ ഗഫൂറുർ റഹീം. എന്നെ പിൻപറ്റിയ ആളുകൾ എന്റെ ആളുകളാണ്, എന്നെ ധിക്കരിച്ചവരുടെ കാര്യത്തിൽ നീ കാരുണ്യവാനാണല്ലോ എന്ന് അള്ളാഹിനോട് പറഞ്ഞ ആളാണ്. ലവ്വാഹുൻ ഹലീം എന്ന് അള്ളാഹു തആല പുകഴ്ത്തി പറഞ്ഞ മനുഷ്യനാണ്. എന്ന ഇബ്രാഹിം അലൈഹിസ്സലാം വെറുതെ ഒരു കുഞ്ഞിനെയും ഒരു പെണ്ണിനെയും കൊണ്ടുപോയിട്ട് ആരാരുമില്ലാത്ത, അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ട് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈറ ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. പടച്ചവനെ, കൃഷിയില്ലാത്ത താഴ്വരയിൽ നിന്റെ ഭവനത്തിന്റെ ചാരത്ത് എന്റെ തലമുറയെ ഞാൻ പാർപ്പിച്ചിരിക്കുന്നു. അതും വ്യക്തമാക്കുന്നുണ്ട്, അത് അദ്ദേഹം സ്വയം തിരഞ്ഞെടുത്ത് ചെയ്തതല്ല. പിന്നെ അവിടെ വാസയോഗ്യമായ ഒന്നുമില്ല. എന്നിട്ടും അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ കാരണം അള്ളാഹു ആ സ്ഥലത്തിന്, ആ സ്പോട്ടിന് പ്രത്യേക നിർണയം നൽകി എന്നതുകൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ആ സ്ഥാനത്തിന്റെ പ്രത്യേകത? ഇന്ന അവ്വല ബൈത്തി വുദിയ ലിന്നാസി, പണ്ടേ അവിടെ കഅബ ഉണ്ടായിരുന്നതാണ് ആദം അലൈഹിസ്സലാമിന്റെ കാലം മുതൽ. അപ്പൊ പിന്നെ ഒരു ചോദ്യം ഉത്ഭവിക്കും, എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം വരുന്ന സമയത്ത് അവിടെ ഗൈറ ദി സറഇൻ, കൃഷിയും മനുഷ്യനും ഒന്നും ഇല്ലാത്ത ഒഴിഞ്ഞ മലകൾ, കുന്നുകൾ നിറഞ്ഞ മരങ്ങളില്ലാത്ത വിജന പ്രദേശമായി കിടന്നത് എങ്ങനെ? അതിന്റെ ഉത്തരമാണ് അറേബ്യയിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയുന്നത്. അതിന് ഉത്തരം തരേണ്ടത് ജിയോഗ്രഫിയാണ്. അത്
അറേബ്യയിൽ ധാരാളമായി കാണുന്ന കരിങ്കല്ല്, മലകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, വലിയ കരിമ്പാറക്കെട്ടുകളാണൊക്കെ. നമ്മുടെ സാധാരണ മണ്ണും ചെമ്പാറയുമുള്ള മലകളല്ല അവിടെ കാണുക. പിന്നെ പെട്രോളും. ഇത് രണ്ടും ഫോസിൽ ഫോർമേഷനുകളാണ്. അഥവാ അവിടുന്ന് ധാരാളം പെട്രോൾ കിട്ടുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരു കാലത്ത് ഒരുപാട് സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും അവിടെ ജീവിച്ചിരുന്നു എന്നാണ്. വളരെയധികം സസ്യങ്ങളും ജന്തുക്കളുടെയും ശരീരം മണ്ണടിഞ്ഞ് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ മണ്ണിനടിയിൽ കിടന്ന് ഉണ്ടാകുന്ന സാധനമാണ് പെട്രോളിയം എന്ന് പറയുന്നത്. അത് ഉണ്ടാകാൻ കാരണം എന്ത്? അറേബ്യ പണ്ട് മരുഭൂമിയായിരുന്നില്ല. ആദം അലൈഹി ഇസ്ലാമിനെയും ഹവ്വാ ബീവിയെയും അല്ലാഹു തആല താമസിപ്പിച്ച വളരെ മനോഹരമായ ഭൂപ്രദേശമായിരിക്കണം. പക്ഷെ പിന്നീട് എന്തുണ്ടായി? പിന്നീട് വലിയ ഭൗമ പ്രതിഭാസങ്ങൾ, ഭൂമികുലുക്കവും ഭൂകമ്പവും അഗ്നിപർവ്വത സ്ഫോടനവും ഒക്കെ ഉണ്ടായി. ഈ ഭൂമിയിലുണ്ടായ വലിയ സംഭവങ്ങളുടെ ഫലമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ മണ്ണിനടിയിൽ പോയി, അടിയിലുണ്ടായിരുന്ന മണ്ണ് മുകളിലും വന്നു. അതാണ് പെട്രോൾ. പിന്നെ രണ്ടാമത്തത് വലിയ തോതിലുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം. കാരണം ലാവ ഫോർമേഷൻ ആണ്. നമ്മുടെ കരിങ്കല്ല്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റല് കരിങ്കല്ല്, അത് എവിടെ കണ്ടോ, കേരളത്തിൽ അത് എവിടെ കാണുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഒരു കാലത്ത് അവിടെ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കറിയുന്ന കാലത്തൊന്നും അല്ല എന്നതുകൊണ്ടാണ് നമുക്ക് പ്രശ്നമല്ലാത്തത്. ഭൂമിക്കടിയിലുള്ള ലാവ തിളച്ച് മറിഞ്ഞ് അത് ഭൂമിയുടെ ഉപരിതലം പൊട്ടി പുറത്തേക്ക് വന്ന് എന്തിനെ കിട്ടിയാലും ഉരുക്കിക്കളയാൻ മാത്രം അത്ര ചൂടിൽ ഒഴുകി പിന്നീട് കുറെ കാലങ്ങൾ കൊണ്ട് തണുത്തുറഞ്ഞ് കട്ടയായ സാധനമാണ്. ആ ഒഴുകിയതിന്റെ അടയാളങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഗ്രാനൈറ്റിന്മേലുള്ള ഡിസൈനുകളൊക്കെ. അങ്ങനെയുള്ള ഗ്രാനൈറ്റ് ധാരാളം കാണുന്നുണ്ട് അറേബ്യയിൽ. അപ്പൊ ഈ പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ കഅബയുടെ, ആദം അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്ന കഅബയുടെ പ്രദേശം മണ്ണടിഞ്ഞു പോയതായിരിക്കാം. ഇപ്പൊ അറഫ മൈതാനിക്ക് ആ പേര് വന്നത് ആദമും ഹവ്വയും അവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് എന്നൊരു വ്യാഖ്യാനമുണ്ട്. അങ്ങനെ മണ്ണിനടിയിൽ പോയി ജനവാസയോഗ്യമല്ലാതെയായി മാറിയ പ്രദേശം രണ്ടാമത് ഉയർത്തെഴുന്നേൽക്കുന്നത് അള്ളാഹു കാട്ടിക്കൊടുത്തത് പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറ ബീവിയെയും കുഞ്ഞു ഇസ്മായിലിനെയും അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ തുടങ്ങുന്നതോടു കൂടിയാണ്. അതിനുശേഷം വീണ്ടും ഉണ്ടായി വന്ന നഗരമാണ് മക്ക. അതിൽ അവര് താമസിച്ച സ്ഥലമാണ് ബക്ക എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിന്റെ സൂചനകൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയുക. അല്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാം ആരാരുമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മാറുക എന്നൊന്നും ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ വിചാരിക്കാൻ കഴിയില്ല നമുക്ക്. പിന്നെ എന്തിനാണ് ഇത്ര വലിയ പ്രയാസങ്ങൾ സഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹ്ക്ക് പ്രയാസങ്ങൾ ഇല്ലെങ്കിലും സംഗതികൾ കുറെ നടക്കണമല്ലോ. അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അവിടെ കൊണ്ടുപോയി പിന്നെ പാർപ്പിക്കുന്നത്, ഇസ്മായിലിനെ അവിടെ കൊണ്ടുപോയി വളർത്തുന്നത്, അതിന് അള്ളാഹ്ക്കൊരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ആദ്യം ഇത് എവിടുന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ വേണം ഇത് പൂർത്തീകരിക്കാൻ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന സൂറത്തുൽ ബഖറയിൽ അല്ലാഹുമ്മ ജഅൽ ഹാദാ ബലദൻ ആമിന, ഇതൊരു നിർഭയത്വമുള്ള നാടാക്കണം, അതാണ് ഒന്ന്. വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വജഅൽനാ ഉമ്മത്ത മുസ്ലിമത്തൻ ലക എന്ന് പറയുന്നുണ്ട്. ഒരു മുസ്ലിം ഉമ്മത്തിനെ ഇവിടെ വരുത്തണം, പിന്നെ അതിൽ ഒരു റസൂലിനെ നിയോഗിക്കണം. ഇങ്ങനെ ഭാവി സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്ത് ഉള്ള കാര്യങ്ങളൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലം എന്നോണം, കാരണം അള്ളാഹു താല തോന്നിപ്പിച്ച പ്രാർത്ഥനയാണ്, അള്ളാഹുവാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ എവിടെ അവല ബൈത്തിൽ നിന്ന് തുടങ്ങിയെടുത്താണ് പിന്നെ ആഖിറുൻ നബിയീൻ ഖാത്തമുൻ നബിയീൻ വന്ന് അത്മംതു അലൈക്കും നിഅമത്തി, അള്ളാന്റെ നിഅമത്ത് പൂർത്തിയാകുന്നത്. ലി ഉത്തിമ്മ നിഅമത്തഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ഉത്തിമ്മ നിഅമത്തഹു അലൈക്കും. ഈ പിന്നെ കഅബയിലേക്ക് തിരിയാൻ പറഞ്ഞതിനെ പറ്റി പറഞ്ഞത് നിയമത്ത് പൂർത്തിയാകാൻ എന്നാണ്. അപ്പൊ എവിടുന്നാണോ ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീന് തുടങ്ങിയത്
അവിടെ തന്നെ തിരിച്ചെത്തി. വേറെ പല സ്ഥലമാറ്റങ്ങളും ഉണ്ടായി, ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി. അങ്ങനെയൊക്കെയുള്ള സ്ഥലമാറ്റങ്ങൾക്ക് ശേഷം തിരിച്ച് അവിടെ തന്നെ വന്നു ചേർന്നു. എന്തുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഒക്കെയുള്ള സമൂഹത്തോട് മക്കയിൽ താമസിക്കാൻ പറഞ്ഞില്ല എന്നതിന്റെ ഉത്തരവ് ഞാൻ ആദ്യം പറഞ്ഞതിലുണ്ട്. അഥവാ അന്ന് അവിടെ വാസയോഗ്യമല്ലാത്തടത്ത് ആണ് കഅബ ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് തന്നെ കഅബ അവിടെ നിലനിൽക്കുകയും ഇന്നത്തെ രീതിയിൽ നിലനിൽക്കുകയും ഹജ്ജ് അവിടെ തന്നെ ഉണ്ടാകുകയും ചെയ്തിരുന്നെങ്കിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ തൊട്ടുടനെയുള്ള തലമുറകളൊക്കെ അവിടെ പോയി ഹജ്ജ് ചെയ്യണം എന്നുമായിരുന്നെങ്കിൽ, നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഫലസ്തീൻ. അവിടെയാണ് മാനവരാശി വളർന്നത്. ആ പ്രദേശത്ത് നിന്ന് ഈ വിദൂര വിജന പ്രദേശത്ത് പോയി ഹജ്ജ് നിർവഹിച്ചു വരണം, അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇബ്രാഹിം അലൈഹി ഇസ്ലാം കഅബ ഉണ്ടാക്കി, ഹജ്ജിന് വിളിച്ചു, അങ്ങനെയൊക്കെ നടന്നെങ്കിലും സാധാരണഗതിയിൽ ഖിബിലയായിട്ട് ബൈത്തുൽ മഖ്ദിസ് താൽക്കാലികമായി നിർണയിച്ചു കൊടുത്തു. ആ താൽക്കാലിക സംവിധാനം അവസാനിപ്പിക്കൽ കൂടിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സംഭവിക്കുന്നത്. അതാണ് നിഅമത്ത് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ അവിടെ തന്നെ വരണം അന്തിമ ഉമ്മത്ത്. അതിന്റെ ബാക്കി വിശദീകരണം അടുത്ത ആയത്തിലുണ്ട്. ആയത്തുണ്ട്, ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ എന്ന് പറയുന്നുണ്ട്. അതില് അന്ത്യദീനിനെയും അന്ത്യ റസൂലിനെയും തിരിച്ചറിയുവാനുള്ള ഒരുപാട് അടയാളങ്ങൾ മക്കയിലും കഅബയിലും ഉണ്ട് എന്ന് തുടർന്ന് അല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവ്വല ബൈത്ത് എന്ന് കഅബയെ വിശേഷിപ്പിക്കുന്നത്. അതാണ് ന്യായം. ബൈത്തുൽ മഖ്ദിസിനെക്കാളും മുമ്പുണ്ടാക്കിയ, യഥാർത്ഥത്തിൽ തുടക്കത്തിലേ ഉള്ള അനുഗ്രഹീത ഭവനം കഅബയാണ്. വഹുദൽ ലിൽ ആലമീൻ, ലോകർക്കത് വഴികാട്ടിയുമാണ്. അഥവാ കഅബ കണ്ടിട്ട് കഅബയുടെ സന്ദേശം അല്ലെങ്കിൽ കഅബയിൽ നിന്നുള്ള സന്ദേശം എന്ന നിലക്ക് തന്നെ അന്ത്യദീനിനെ അന്ത്യ റസൂലിനെയും തിരിച്ചറിയാൻ ലോകത്തുള്ളവർക്ക് കഴിയും. കാരണം മുമ്പ് വന്ന പ്രമാണങ്ങളിലൊക്കെയുള്ള സൂചന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വരുമെന്നാണ്. അത് കണ്ടാൽ മനസ്സിലാകും ആ പറഞ്ഞ റസൂല് വന്നിരിക്കുന്നു എന്ന്. ഇങ്ങനെ ലോകത്തിനു മുഴുവൻ വഴികാട്ടിയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും വിശ്വാസികൾ കഅബയിലേക്ക് തിരിഞ്ഞാണ്. അങ്ങനെ സത്യദീനിന്റെ അടയാളം മനസ്സിലാക്കുവാനുള്ള വഴികാട്ടിയാണ് കഅബ. കഅബയിലേക്ക് തിരിയുന്നവർ, കഅബ ഒരു പ്രതിഭാസമായിട്ട് ഇന്നും ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഭൂമിശാസ്ത്രപരമായ അതിന്റെ മറ്റു പ്രത്യേകതകളും അതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇങ്ങനെ അവ്വല ബൈത്ത്, അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ എടുത്തു പറയുന്നത്. അള്ളാഹുവിന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.